ഹലോ, അപ്പോൾ ഇതൊരു നൈറ്റ് കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനും ഗോകും കാശി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു കോഴി മേടിച്ചു. അങ്ങനെ കുക്കിംഗ് പ്രോസസ്സ് നടക്കുകയാണ്. എന്നെ സഹായിക്കുന്നത് ഗോകുവാണ് കേട്ടോ. ഗോകു എനിക്ക് സവാളയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് തരുവാണ് കേട്ടോ. സ്നേഹനിധിയായ എൻ്റെ ഭർത്താവാണ്. നല്ല ഭംഗിയിലൊക്കെയാണ് എനിക്ക് കട്ട് ചെയ്ത് തരുന്നത്. ദെൻ ഇത് ഗോകു മിക്സ് ചെയ്ത് വയ്ക്കുന്നത് മറ്റേ ഫ്രൈ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ എടുക്കാതിരുന്നത്. ഇതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കി ചിക്കനൊക്കെ പരട്ടി വെച്ച് എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ കറി വയ്ക്കാനുള്ള ചിക്കൻ ഞാൻ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് സവോള ഇട്ടിട്ട്. ദെൻ ഞാൻ കറി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ ആദ്യം ഇട്ടത് നമ്മുടെ സവോള, പച്ചമുളക്, പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതിട്ടത്. പിന്നെ പൊടികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ, നിങ്ങൾക്ക് ഓരോ കണക്കുണ്ടാവുമല്ലോ. പിന്നെ തക്കാളി ഞാൻ ഇട്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടാ. അപ്പോൾ തക്കാളി ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ തക്കാളിയും കൂടെ ഒന്ന് ആഡ് ചെയ്തു. അതിനുശേഷം ആ പച്ചമണമൊക്കെ പോയതിന് ശേഷം ഞാൻ നമ്മുടെ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മസാലയൊക്കെ എല്ലായിടത്തോട്ട് നമ്മൾ നന്നായിട്ട്, ഇത് എല്ലാവരുടെ വീട്ടിലും വയ്ക്കുന്ന ചിക്കൻ കറി തന്നെയാണ്, അങ്ങനെ സ്പെഷ്യൽ എന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെയെല്ലാം ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് നേരം മൂടി വെച്ചപ്പോഴേക്കും നല്ല തള വന്നു തുടങ്ങിയിട്ട്, ആ തളയുടെ ഒപ്പം തന്നെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെച്ചത് കൊണ്ട് പറയാനല്ല, സാധാരണ ഈ ഇടയായിട്ട് ചിക്കൻ കറി വെക്കുമ്പോൾ വളരെ മോശമാവാറുണ്ട്, പക്ഷേ ഈ ചിക്കൻ കറി വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ കുറച്ച് ഫ്രൈയും ചെയ്തു. കാരണം ഒരുപാട് സ്പൈസ് ആക്കിയില്ല, കാരണം ഫ്രൈ കാശിക്കുട്ടൻ കഴിക്കും, അതുകൊണ്ട് വലിയ സ്പൈസ് ആയി കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. നല്ല വൈബല്ലേ, നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.